നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തി ആരാധകർ. ലഡു വിതരണം ചെയ്താണ് ആരാധകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ നടൻ ദിലീപ് കുറ്റവിമുക്തനാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ദിലീപിനെതിരെ ചുമത്താൻ കഴിയില്ല, അതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയ സാഹചര്യം. ഇതിന് പിന്നാലെ തന്നെ ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതിയിലുള്ള ആളുകൾക്ക് ലഡ്ഡു വിതരണം മറ്റും നൽകുന്ന ഒരു കാഴ്ചയടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദിലീപിന്റെ ഫാൻസിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു പ്രതികരണം ലഭിച്ചത്. ദിലീപിനൊന്നും വരുത്തരേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിലീപ് നിരപരാധിയാണ്. ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ. കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്രയും ഒരു ഇഷ്ടപ്പെട്ടൊരു നടന. ഒരു കുഴപ്പം വരില്ല എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാനും ഇച്ചിരി തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വന്നത്, ഇതറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ദിലീപിൻ്റെ കൂടെയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ടാണല്ലോ കേസ് ഇല്ലാതായത്. ഒന്ന് ദിലീപിൻ്റെ കൂടെ തന്നെ നിൽക്കാം. സത്യമായിരിക്കാൻ ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ദിലീപേട്ടൻ്റെ ഫാനാണ്. ശരിക്കും നമ്മുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് വഴി പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ട സമയത്ത് മാധ്യമങ്ങൾ ദിലീപ് PR വർക്ക് ചെയ്ത് അതിജീവിതയെ ഇതാക്കുന്നുള്ള രീതിയിലാണ്. നമ്മൾ അതിജീവിതയ്ക്കെതിരെ ഇന്നുവരെ ഒരു മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടില്ല. നമ്മൾ ഈ കേസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച്, ഈ കേസിൽ 8ാം പ്രതിയായിട്ട് ഉൾപ്പെടുത്തിയ ഈ മനുഷ്യൻ എവിടെയെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചാനലിലോ എവിടെയെങ്കിലും ഒരു വാക്ക് മുണ്ടിയിട്ടുണ്ടോ? 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഇതിൽ വന്നിട്ട് ഒളി ക്യാമറ എന്ന് പറഞ്ഞ് കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പ്, അതായത് പുള്ളിയെ പോലീസ് എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ് പുള്ളിയെ മോശക്കാനാണ്. പുള്ളി ഇത് ചെയ്തെന്ന് പൊതുജനത്തിൻ്റെ മുമ്പ് ഉറപ്പിക്കണം, അതിനു വേണ്ടി ചെയ്ത്. അപ്പോൾ 1ാം പ്രതി ഇത് പറഞ്ഞപ്പോൾ പോലും ഒരു മാധ്യമങ്ങളും അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ദിലീപൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് വാർത്തയാക്കുന്ന ഓൺലൈൻ മീഡിയകളും മാധ്യമങ്ങളും പുള്ളിക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഇത് ചെയ്യും. പുള്ളിക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലായ കാര്യമാണ് ഇതിൽ ദിലീപേട്ടൻ നിരപരാധിയാണെന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും പരമോന്നത കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.